പ്രവാസ ലോകത്ത് വീട്ടുവേലക്കാരികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാണ്. ഇവർക്ക് തുണയാകേണ്ട സംവിധാനങ്ങളാകട്ടെ തികഞ്ഞ മൗനത്തിലും. ലുലു വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് ഏവർക്കും. പ്രവാസ ലോകത്ത് ഗദ്ദാമ്മമാരുടെ നിലവിളികൾ അവസാനിക്കുന്നില്ല. ഇത്തവണ ഖത്തറിൽ നിന്നാണ് സങ്കടകരമായ വൃത്താന്തങ്ങൾ. പൊതുമാപ്പിൻ്റെ ഭാഗമായി നാടണയാൻ വെമ്പുന്ന ഈ സ്ത്രീജന്മങ്ങൾക്ക് പറയാനുള്ളത് ചൂഷണത്തിൻ്റെ, പീഡനത്തിൻ്റെ, ദുരിതപൂർണമായ ജീവിതത്തിൻ്റെ നീറുന്ന അനുഭവങ്ങളാണ്. അറബികളല്ല ഇവിടെ വേട്ടക്കാർ, മറിച്ച് മലയാളികൾ ഉൾപ്പെടുന്ന ഇടനിലക്കാരാണ് ഏറ്റവും വലിയ ക്രൂരതയുമായി രംഗത്ത് വന്നത്. പ്രവാസ ലോകത്തെ പെൺദുരിത പരമ്പരയ്ക്ക് അന്നും ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. ഗദ്ദാമ എന്നറിയപ്പെടുന്ന വീട്ടുവേലക്കാരികൾ, അവരുടെ ദുരിതപർവം വ്യക്തമാക്കുന്ന നടുക്കുന്ന വാർത്തകളാണ് ഖത്തറിൽ നിന്നും പുറത്തുവരുന്നത്. രാജ്യത്ത് പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഒരു മാസം പിന്നിട്ടിരിക്കെ സന്നദ്ധ സംഘടനകൾ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കുകൾക്ക് മുമ്പാകെ വന്നു നിറയുന്നത് കൊടിയ ചൂഷണത്തിന്റെ ഉള്ളുലയ്ക്കുന്ന സങ്കട ഹർജികളാണ്. പെൺപ്രവാസത്തിന്റെ നോവുന്ന അനുഭവ സാക്ഷ്യങ്ങൾ കൂടിയാണവ. ഗാർഹിക ജോലിക്കെത്തിയ ഇവരെ ചൂഷണം ചെയ്തവരിൽ മലയാളി മാന്യന്മാർ തന്നെയാണ്. ഒന്നുമില്ല, മൊട്ട മറുഭൂമി, ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല, വെള്ളം ഇല്ല, കുളിക്ക ഭക്ഷണം ഇല്ല, തിന്ന ഭക്ഷണം ഒന്നും ഇല്ല. ഇത് തമിഴ്നാട് വേളാങ്കണ്ണി സ്വദേശിനി സൈനുൽ അറബിയ. ഇവരുടെ ആടുജീവിതം കൂട്ടത്തിൽ സമാനതകളില്ലാത്ത ഒന്നാണ്. നീണ്ട 7 വർഷമാണ് ഈ സ്ത്രീ ഖത്തർ മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ച് ജീവിതം തള്ളി നീക്കിയത്. പതിനാലാം വയസ്സിൽ മരുഭൂമിയിലെത്തി കത്തുന്ന ഇടയ ജീവിതം നയിക്കേണ്ടി വരിക. ഒടുവിൽ ഒന്നും നേടാതെ തിരിച്ചു പോകേണ്ടി വരിക. പൊള്ളുന്ന ആ അനുഭവം വാർത്തയായപ്പോൾ സഹായിക്കാൻ പലരും രംഗത്തു വന്നു. സൈനുൽ അറബിയ ഒരു പ്രതീകം മാത്രമാണ്. അങ്ങനെ എത്രയോ സ്ത്രീജന്മങ്ങൾ. 12 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പോലും പ്രയോജനപ്പെടുത്താതെ പോയവരും ഇക്കൂട്ടത്തിലുണ്ട്. 15ഉം 17ഉം വർഷങ്ങളായി പിറന്ന നാടിന്റെ ഗന്ധമറിയാതെ പോയ സ്ത്രീകൾ. പ്രവാസി സംഘടനകൾ തുടക്കം കുറിച്ച ഹെൽപ്പ് ഡെസ്കുകൾ പലർക്കും തുണയാകുന്നുണ്ട്. ഖത്തർ ഇന്ത്യൻ സോഷ്യൽ ഫോറത്തിന് മുമ്പാകെ സഹായം തേടിയെത്തിയത് 20 വീട്ടുജോലിക്കാരികളാണ്. പ്രവാസി സുഹൃത്തുക്കൾ തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേ രീതിയിൽ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്യപ്പെടുകയും അവസാനം ഗത്യന്തരമില്ലാതെ ഒരു പൈസയും കയ്യിലില്ലാത്ത രീതിയിൽ മറ്റുള്ളവരുടെ സഹായത്തിൽ ഇവർ കഴിയേണ്ടി വരികയും അങ്ങനെ നാട്ടിൽ പോകാനുള്ള ശ്രമം നടത്തേണ്ടി വരുന്ന അവസ്ഥയാണ് പല കേസുകളും നമുക്ക് കാണാൻ സാധിച്ചത്. മലയാളികളായ ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ് പലരും രേഖകൾ ശരിപ്പെടുത്തുന്നത്. കൾച്ചറൽ ഫോറം പ്രവർത്തകർ ഇവർക്കായി ചെറിയ തോതിൽ സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്നു. ജീവിതത്തിന്റെ നല്ല പങ്കും മരുഭൂമിക്ക് നൽകിയ ഈ സ്ത്രീകൾക്കിനി ഒറ്റ ആഗ്രഹമേയുള്ളൂ: എങ്ങനെയും നാടണയണം. അവിടെ പക്ഷേ കാത്തിരിക്കുന്നത് മരുഭൂമിയുടെ ശൂന്യതയാണ്. അതോർക്കുമ്പോൾ ഇവരുടെ ചങ്കിടിപ്പ് ഉയരുന്നു. പക്ഷേ ആര് കേൾക്കാൻ? ഇവിടെ വീട്ടുവേലയ്ക്കായി വരുന്ന സ്ത്രീകൾ മെയിനായിട്ട് അവർ ചെയ്യേണ്ടത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ വീടുകളിലുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുറത്ത് ചാടുകയോ അങ്ങനെ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അവർ ഇവിടെ ഇന്ന് ഖത്തറിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന പല സാമൂഹിക സംഘടനകളും ഉണ്ട്. അവരുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ എംബസിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ എംബസി ചെയ്തു കൊടുക്കും. ഇവിടെയും നമ്മുടെ ഭരണ സംവിധാനം പരാജയപ്പെടുകയാണ്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ മറ്റു ഏഷ്യൻ രാജ്യങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ അപേക്ഷകരിൽ നിന്ന് 60 റിയാൽ വീതം ഈടാക്കാനുള്ള ആക്രാന്തമാണല്ലോ നാം കാണിക്കുന്നത്. ചോദിക്കട്ടെ, ഈ കണ്ണീർ ധനം കൊണ്ടു തന്നെ വേണമോ നമുക്ക് നമ്മുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്താൻ? എംബസി കുറച്ചും കൂടി ഈ കാര്യത്തിൽ ക്രിയാത്മകമായി ഇടപെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇവരെ വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് അവർ വരുന്നത്. അവർക്ക് ട്രാൻസ്പോർട്ട് ഇനത്തിൽ തന്നെ ഒരു ദിവസം 100-150 റിയാൽ വരെ അവർക്ക് ചിലവാകുന്നുണ്ട്.
അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ എംബസിയിൽ വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ട്രാൻസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഉപകരിക്കുമെന്നുള്ളതാണ്. ഒളിച്ചോടിയ വീട്ടുജോലിക്കാരികളെ സഹായിക്കാനെന്ന പേരിൽ അടുത്തുകൂടി ചതിയിൽപ്പെടുത്തുന്ന സംഭവങ്ങളും നിരവധിയാണ്. കുറഞ്ഞ വരുമാനക്കാരായ സ്ത്രീകളെ നാട്ടിലേക്ക് പണമയക്കാൻ സഹായിക്കാമെന്നേറ്റ് വഞ്ചിച്ച കഥകളും ധാരാളം. എല്ലാ സംഭവങ്ങളിലും വിരൽ ചൂണ്ടുന്നത് ഒരു കൂട്ടർക്കു നേരെ, മലയാളികളായ ഇടനിലക്കാർ. നാണം കൊണ്ട് തലകുനിക്കാൻ പോലും കഴിയാത്ത വർഗമായി നാം മാറുകയാണോ? ഖത്തറിലെ ഈ ഗദ്ഗതങ്ങളിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താണ് നാം വായിച്ചെടുക്കേണ്ട സന്ദേശം? ലുലു വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.